നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് സർവാഭിഷ്ട സ്ഥാനത്തേക്ക് 11ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മസംബന്ധമായിരിക്കുന്ന വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ദൈവാധീനം വർദ്ധിച്ചതുകൊണ്ട് പൂയ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിൽ സധനു അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. അവിടെ തന്നെ ആദിത്യന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദ്വിദ്വാദശ യോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ബുധനോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ സഹായ സ്ഥാനാധിപതിയും 12ലാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾക്ക് വിദേശത്ത് പോവുക, വീട് വിട്ടു നിൽക്കുന്ന തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അകന്ന് പോകാനിടവരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിലവ് ജാസ്തി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയി നൃപവല്ലഭശ എന്ന് പറയുന്ന യോഗമാണ്. ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് കാര്യങ്ങളും യുദ്ധം ചെയ്ത് നേടിയെടുക്കാനും ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുന്നത് ഒരു സമയമായത് കാരണം വളരെ ആക്റ്റീവായിട്ട് കർമ്മങ്ങൾ ചെയ്യാനായിട്ടും തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ടും യോഗമുണ്ട്. അപ്പോൾ അത് വളരെ അനുകൂലമാണ്. കാരണം ചെയ്യുന്ന തൊഴിൽ സംബന്ധമായിട്ട് വളരെ നല്ല നേട്ടങ്ങളും നേതൃത്വ സ്വഭാവവും സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അവനവൻ്റെ വാക്കിന് വിലയുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ട്. എന്നാൽ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ, കളവ് പോവുക, അതുപോലെ തന്നെ കടം കൊടുക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊന്നും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പാതൃകത ശൗര്യം എന്ന് പറയുന്ന യോഗ ആയത് കാരണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത്ര അനുകൂലമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം. എന്തായാലും ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളൊന്നും ഇല്ലാതെ കണ്ട് തന്നെ കാര്യങ്ങൾ അനുകൂലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റൂട്ടിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. എന്നാലും ചിലവ് കുറച്ച് ജാസ്തി വരിക എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത യാത്രകൾ വേണ്ടി വരിക, യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെയാണ് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് വലിയ ദോഷമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ദീർഘായുർയോഗമാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക്. പക്ഷേ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഇടയ്ക്ക് ഒരു രോഗം മാറി കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു രോഗം എന്നുള്ള രീതിയിൽ രോഗവർദ്ധനവിന് സാധ്യതയുള്ളത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുകയും ശനിദോഷ പരിഹാരമായിക്കൊണ്ട് ശനീശ്വരൻ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമാണെങ്കിൽ പോലും 4ാം ഭാവാധിപതി 12ലാണ്. അപ്പോൾ ഭൂമി വിൽക്കുക, വീട് വിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. 5ാം ഭാവാധിപതി ബലവാനായത് കാരണം കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ആ പരിശ്രമം ഫലവത്താകുകയും ചെയ്യാനായിട്ട് യോഗമുണ്ട്. പക്ഷേ ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പം പിതൃകുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ശത്രുദോഷം പോലെ അനുഭവപ്പെട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം രാഹുവാണ് 9ാം ഭാവത്തിൽ നിൽക്കുന്നത്. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക, അവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മാത്രമല്ല അഷ്ടമത്തിൽ 7ാം ഭാവാധിപതി പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുകയോ അതല്ലെങ്കിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ദോഷങ്ങളും കൂടിയുള്ള കാരണം കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിരിക്കുമെന്ന് വേണം പറയാൻ. എന്നാൽ തൊഴിലിൻ്റെ കാര്യത്തിൽ മാത്രം വളരെ അനുകൂലമാണ്. ധനം നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സുദർശന പുഷ്പാഞ്ജലിയൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.